ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോർട്ട് +2. ഇറ്റ്സ് മീ നാഫി. നിങ്ങൾ +2 ചില വിഷയങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ +2 വിഷയങ്ങൾ തോറ്റവരുണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. +2 തോറ്റതുകൊണ്ട് ഒരിക്കലും ജീവിതം അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാത്തത് കൊണ്ട്, നിങ്ങൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടല്ലാതെ നിങ്ങൾ +2 തോറ്റുപോയത്. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിരുന്ന് ആലോചിക്കുക. +2 എക്സാമിന് സമയത്ത് നിങ്ങൾ ശരിക്കും പഠിച്ചിരുന്നോ? എക്സാമിന് സമയത്തല്ല, നിങ്ങളെ +2 കാലഘട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ജയിച്ച ആളുകളൊക്കെ നല്ല വൃത്തിക്ക് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് കട്ടാക്കിയിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയ്ക്ക് പോയിട്ടുണ്ടാവാം. പഠിക്കേണ്ട സമയം നിങ്ങൾ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്നിട്ട് എക്സാമിന് തലേന്ന് മാത്രം ഒന്ന് വായിച്ചു നോക്കി. അങ്ങനെ വായിച്ചുകൊണ്ട് നിങ്ങൾ +2 പാസ്സാവില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ +2 തോറ്റുപോയി. അപ്പോൾ ആദ്യം നിങ്ങളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ +2 ഏതൊക്കെ സബ്ജക്റ്റിനാണ് തോറ്റത്, ഏതൊക്കെ സബ്ജക്റ്റിനാണ് തോറ്റെന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ +2 പാസ്സാക്കാനുള്ള ഒരു കിടിലൻ സ്കീമുമായിട്ടാണ് എജ്യൂപോർട്ട് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട്, നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട്, നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയത്. അപ്പോൾ തോറ്റുപോയ നിങ്ങളെ വിജയത്തിൻ്റെ ഒരു പരമോന്നതിയിലേക്ക് എത്തിക്കാൻ എജ്യൂപോർട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സേ ടു സക്സസ് എന്ന് പറയുന്ന പുതിയ സേയുടെ ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ സയൻസിലും കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ പാസ്സാവില്ല. നിങ്ങൾ ചെയ്യുന്നത്, ഈ ബാച്ച് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ്. ഇവിടെ മോക്ക് എക്സാംസ് ഉണ്ടാകും. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചിതമാകാൻ മോക്ക് എക്സാംസ് ഉണ്ടാകും. നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ഉണ്ടാവും. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് വരുന്നത് 999 rupees ആണ്. ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 30 വെള്ളിയാഴ്ചയാണ്. മെയ് 30 വെള്ളിയാഴ്ച മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സബ്ജക്റ്റിന് 999 rupees, 999 രൂപയാണ് നമ്മൾ ഒരു സബ്ജക്റ്റിന് വാങ്ങുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പണം അടച്ചുകൊണ്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ആദ്യമേ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാസ്സാവില്ല. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ തോറ്റപ്പോൾ നിങ്ങളെ കളിയാക്കിയവരുടെ മുന്നിൽ, നിങ്ങളെ തോറ്റപ്പോൾ നിങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ, നിങ്ങൾ തോറ്റപ്പോൾ നിങ്ങളെ നോക്കി കളിയാക്കി ചിരിച്ചവരുടെ മുന്നിലൊക്കെ വിജയിച്ച് കാണിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു സേ എക്സാം. നിങ്ങൾ തോറ്റിട്ടില്ല ഇപ്പോഴും, നിങ്ങൾക്ക് സേ എക്സാം എഴുതി വിജയിക്കാനുള്ള അവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളെ തോറ്റപ്പോൾ കളിയാക്കി പരിഹസിച്ച് ചീത്ത പറഞ്ഞ് ഒരു പരിഹാസ പുഞ്ചിരിയോടുകൂടി നടന്ന ആളുകൾക്ക് മുന്നിലൊക്കെ നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കാനുള്ള ഒരവസരമാണ് നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ സേ എക്സാമിലൂടെ നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ സേ എക്സാമിൻ്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ കമൻറ്റ് ബോക്സ് ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, എജ്യൂപോർട്ടിൻ്റെ ഈ ഒരു പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനൊരു സ്ഥലം കാണാം. അവിടെ നിങ്ങളുടെ പേരടിക്കുക, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും എജ്യൂപോർട്ടിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫോൺ നമ്പറും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. നിങ്ങളുടെ കോഴ്സ് +2 കൊമേഴ്സ് ആണോ, സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണോ, ചിലപ്പം ഫിസിക്സ് ആയിരിക്കും, ചിലപ്പോൾ പൊളിറ്റിക്സ് ആയിരിക്കും, ചിലപ്പോൾ സോഷ്യോളജി ആയിരിക്കും, ചിലപ്പോൾ അക്കൗണ്ടൻസി ആയിരിക്കും. നിങ്ങളുടെ സബ്ജക്റ്റ് എത്ര ഉണ്ടോ, നിങ്ങൾ തോറ്റ് പോയ സബ്ജക്റ്റുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനനുസരിച്ചുള്ള ഒരു പേയ്മെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇത്രയും സബ്ജക്റ്റ് തോറ്റുപോയിട്ടായിരിക്കാം. ഒരു കുട്ടി ബിസിനസ് സ്റ്റഡീസിലും എക്കണോമിക്സിലും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലും പൊളിറ്റിക്സിലൊക്കെ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ആകെ എത്രയാണോ തോറ്റത്, ആ തോറ്റ സബ്ജക്റ്റ് എഴുതേണ്ട നമ്മൾ അടയ്ക്കേണ്ട ഫീസ് ഇവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, കാണിച്ചു തരും. അവിടെ പേ നിൽക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എജ്യൂപോർട്ടിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങൾക്ക് തന്നെ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, എജ്യൂപോർട്ടിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ എത്ര സബ്ജക്റ്റ് തോച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ കോച്ചിങ് ക്ലാസ് കിട്ടും. പക്ഷേ ഹ്യൂമാനിറ്റീസ് ആയിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, എക്കണോമിക്സ്, ജോഗ്രഫി, സ്റ്റാറ്റി, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, അക്കൗണ്ടൻസി പോലുള്ള സബ്ജക്റ്റുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് നമ്മൾ തരുന്നുള്ളൂ. അല്ല നിങ്ങൾക്ക് ഫിലോസഫി, ഗാന്ധിയൻ സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സോഷ്യൽ വർക്ക്, ജിയോളജി ഇതിൻ്റെ ക്ലാസ്സുകളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എജ്യൂപോർട്ടിലൂടെ തരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് തോച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് അവിടെ കാണിക്കും. ആ എമൗണ്ട് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എജ്യൂപോർട്ടിൻ്റെ സേ പാസ്സാവാനുള്ള ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി നിങ്ങളെ കളിയാക്കിയ, നിങ്ങളെ പരിഹസിച്ച, നിങ്ങളെ ചീത്ത പറഞ്ഞ ആളുകൾക്ക് മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കാൻ പറ്റും. പക്ഷേ ഞാൻ വീണ്ടും അടിവരയിട്ടൊരു കാര്യം പറയാണ്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾ +1 മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, +1 നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങളിവിടെ തോറ്റു പോയെന്നുള്ളൊരു കാര്യങ്ങൾ ആദ്യം ഓർക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങളും കൂടി മനസ്സ് വെച്ചാൽ, നിങ്ങൾ കൂടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും കേട്ടോ. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക. കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ
സേ ബാച്ചിൻ്റെ ഈ ഡീറ്റെയിൽസ് വരും. അവിടെ നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, നിങ്ങളുടെ ക്ലാസ്, കോഴ്സ്, പിന്നെ സബ്ജക്റ്റുകൾ ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്.